നമുക്കൊപ്പം സന്ദീപ് വാചസ്പതി കൂടി ചേരുകയാണ്. ശ്രീ സന്ദീപ് വാചസ്പതി, ഈ ആലപ്പുഴയിലുള്ള സാവര്യ ബസന്തിന്റെ ക്രൂരമായ കൊലപാതകം, ആ ഒരു കൊലപാതകത്തിൽ കേരളത്തിന്റെ കൃത്യമായ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നേരത്തെ ഞങ്ങൾ പറയുകയായിരുന്നു, അതായത് മാധ്യമങ്ങൾ പോലും 10 മിനിറ്റ് ബ്രേക്കിംഗ് നൽകി, അതിനുശേഷം മതപരിവർത്തന ശ്രമം എന്നൊക്കെ പറഞ്ഞ കുടുംബത്തിന്റെ ആരോപണം നൽകിയിരുന്നു. പക്ഷേ 10 മിനിറ്റിൽ കൂടുതൽ ആ ബ്രേക്കിങ്ങിന് പോലും ആയുസ്സുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് സദാനന്ദൻ മാസ്റ്റർ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിച്ചാൽ ഇതിന്റെ ഒരു നിജസ്ഥിതി എത്രത്തോളം പുറത്തു വരും എന്നുള്ളത് പോലും സംശയമാണ്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു സംഭവം ഇങ്ങനെ തുടരുകയാണ്. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP വളരെ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ളത് ഒരു തരത്തിലും ഈ കേസിനെ ഹെൽപ്പ് ചെയ്യാനോ ആ കുടുംബത്തിന് നീതി കിട്ടാനോ സഹായകരമായ ഒന്നല്ല. കാരണം ക്രൈംബ്രാഞ്ചിന് ഏറെ ലിമിറ്റേഷൻസ് ഉള്ള ഒരു ഏജൻസിയാണ്. അവരുടെ പർവ്യൂ എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ്. അതല്ലാതെ രാജ്യാന്തര ബന്ധമുള്ള ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പോയി കേസ് ഫയൽ വിളിച്ചു വരുത്താനോ FIR പരിശോധിക്കാനോ സംശയിക്കുന്ന ആൾക്കാരെ ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാരടക്കം ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്റർപോളിന്റെ ഇന്ത്യയുടെ കൗണ്ടർ ഏജൻസി എന്നുള്ളത് CBI ആണ്. അപ്പൊ സ്വാഭാവികമായും ഇന്റർപോളിന്റെ ഇടപെടൽ നടത്താൻ അധികാരം, നിയമപരമായ അധികാരമുള്ള ഏജൻസി എന്ന നിലയിൽ CBI ഈ കേസ് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അപ്പോൾ സദാനന്ദ മാസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഇതിനകത്തൊരു തീവ്രവാദ ഇലമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും NIA അന്വേഷിക്കേണ്ട ഒരു കേസ് കൂടിയായി ഇത് മാറും. എന്തായാലും ഇതിനൊരു പലവിധ മാനങ്ങളുള്ള ഒരു കേസാണ്. ഇത് വെറും ഒരു കൊലപാതകം, ഏതെങ്കിലും സഹപാഠികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സഡൻ പ്രൊവോക്കേഷനിൽ നടത്തിയ ഒരു കൊലപാതകമല്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, ദിവസങ്ങൾ നീണ്ടുനിന്ന മർദ്ദനത്തിന്റെ പരമ്പരകളുണ്ട്, അതോടൊപ്പം തന്നെ മതം മാറ്റം അടക്കമുള്ള നിർബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. സ്വാഭാവികമായും ഇതേപ്പറ്റിയൊക്കെ അന്വേഷണം നടത്താൻ കേരള പോലീസിന് അധികാരമില്ല. ഇനി അധികാരമുണ്ട് എങ്കിൽ തന്നെ രാഷ്ട്രീയ മേലാളന്മാർ അതിന് സമ്മതിക്കില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJP സമരത്തിലാണ്. ഇപ്പോൾ തന്നെ ഒരു 4-5 സമരങ്ങൾ BJP ആലപ്പുഴയിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മണ്ഡലതലങ്ങളിലും സായാഹ്ന ധർണകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഈ അന്വേഷണ ഏജൻസികളുടെ അധികാരത്തിന്റെ കുഴപ്പം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ അധികാരമില്ലായ്മ, അവരുടെ ഏൽപ്പിച്ചതിനകത്തെ പോരായ്മ ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന്റെ പ്രതികരണം, ആ മൗനം, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ടത്. കാരണം കേരളത്തിൽ ഒരാളും ഇത് ചർച്ച ചെയ്യാൻ, ഇതേപ്പറ്റി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കേരളം എത്തി നിൽക്കുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷത്തിന്റെ ലക്ഷണമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സഹപാഠിയുടെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി നമ്മുടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ എന്താകുമായിരുന്നു കേരളത്തിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ? എത്രയെത്ര സാംസ്കാരിക ജാഥകൾ നടന്നതിനെയും സാംസ്കാരിക പ്രതികരണങ്ങൾ ഉണ്ടായതിനെയും നേതാക്കന്മാരുടെ ഘോഷയാത്ര തന്നെ ആ വീട്ടിലേക്ക് ഉണ്ടാകുമായിരുന്നില്ലേ? പക്ഷെ ഒരാൾ പോലും ആ വീട്ടിൽ ചെല്ലാൻ തയ്യാറായിട്ടില്ല. ഞാനൊരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിന്റെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ കേരള സർക്കാരിന് ഒരു പ്രത്യേക വകുപ്പുണ്ട്, പ്രവാസികാര്യ വകുപ്പ്. അതിന്റെ കീഴിൽ നോർക്ക എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുമുണ്ട്. എന്താണ് ഈ നോർക്കയുടെ ഓബ്ജക്റ്റീവ്? എന്താണ്? അവരുടെ മിഷൻ എന്താണ്? സാധാരണഗതിയിൽ വിദേശത്ത് പോയി ഏതെങ്കിലും തരത്തിൽ അത്യാഹിതത്തിൽ അകപ്പെടുന്ന മലയാളികൾക്ക് വേണ്ട നിയമപരമായും സാങ്കേതികമായും മാനുഷികവുമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നോർക്കയിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന കർത്തവ്യം. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശ രാജ്യത്ത്, ഞാൻ എവിടെയാണെന്നത് ഓർക്കുന്നില്ല, ഒരു വെള്ളച്ചാട്ടം, ഒരു ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ചിരുന്നു വിയറ്റ്നാമില്. ആ മരണത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് കേരള സർക്കാർ പ്രതികരിച്ചത്? വളരെ മാതൃകാപരമായി ചെയ്തില്ലേ സർക്കാർ? അവിടേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി PC വിഷ്ണുനാഥ് എന്ന മന്ത്രി പോകുന്നു. നോർക്ക അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. മൃതദേഹം സ്വീകരിക്കാൻ എയർപോർട്ടിൽ മന്ത്രിമാര് പോകുന്നു, ആദരമർപ്പിക്കുന്നു, ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് സാവരിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടാകാതിരുന്നത്? ഒരു പെൺകുഞ്ഞ്, നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ മാതാപിതാക്കൾ കൂടിയാണല്ലോ. ഒരു 21 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടാൽ കേരളത്തിൽ ഹരിപ്പാട്ട് ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ആ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ സാധിക്കുക?
ആ കുട്ടിയുടെ അച്ഛൻ ദുബൈയിലാണ്, അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലാണ് സമൂഹത്തിന്റെ ഇടപെടൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് സർക്കാർ. സ്വാഭാവികമായും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായാൽ ആ കുടുംബത്തിന് എത്രമാത്രം ആശ്വാസമായേനെ. എയർപോർട്ടിൽ മൃതദേഹം സ്വീകരിക്കാൻ എത്തുന്നു, മന്ത്രിമാർ അവിടേക്ക് എത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെയല്ലേ ഒരു പുരോഗമന സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഇതൊന്നും എന്തുകൊണ്ടാണ് സാവരിയുടെ കാര്യത്തിൽ ചെയ്യാതിരുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ വർഗീയമായ കാര്യങ്ങൾ ചിലത് പരാമർശിക്കേണ്ടി വരും. അവിടെയാണ് മതം പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു മതവർഗീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി ഇതിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്.